നമസ്കാരം. KSRTCയുടെ ബസ് പെർമിറ്റുകൾ സ്വകാര്യ മേഖലയ്ക്ക് വ്യാപകമായി നൽകുന്നു എന്ന പരാതി ഉയർന്ന ശേഷം ഇപ്പോൾ ആ നീക്കം ഉപേക്ഷിച്ച് പരിമിതമായ റൂട്ടുകൾ മാത്രമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വന്ന തീരുമാനപ്രകാരം 503 റൂട്ടുകളിൽ മാത്രമാണ് സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി നൽകുവാൻ പോകുന്നത്. KSRTCക്ക് അവകാശപ്പെട്ട ദേശസാത്കൃത റൂട്ടുകളൊക്കെ ഒഴിവാക്കും. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം സർക്കാരിന് കൈമാറും. ഏതൊക്കെ റൂട്ടുകളാണ് സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് എന്ന വിജ്ഞാപനം ഇറങ്ങിയ ശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് അപേക്ഷ ക്ഷണിക്കുക. ഇപ്പോൾ തന്നെ KSRTCയുടെ പാതകളിലൂടെ 5 കിലോമീറ്റർ കടന്നു പോകുവാൻ സ്വകാര്യ ബസ്സുകൾക്ക് അനുമതിയുണ്ട്. അതിനിടെയാണ് നേരത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ എന്ന ന്യായവുമായി 17 കിലോമീറ്റർ വരെ അനുമതി നൽകണമെന്ന ശുപാർശ വന്നത്. ഇതിനെതിരെ വിവിധ യൂണിയനുകളൊക്കെ രംഗത്ത് വന്നതോടെയാണ് റൂട്ട് പരിമിതപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ ഇനി 503 ബസ്സുകൾക്കായി 28,146 കിലോമീറ്റർ പാത സർവീസിന് ലഭിക്കും. ഇതിൽ 617 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളാണ്. ഇതുകൂടാതെ മത്സരയോട്ടം ഒഴിവാക്കുവാൻ ഒരു പാതയിൽ 2 ബസ് പെർമിറ്റുകളായിരിക്കും തുടക്കത്തിൽ അനുവദിക്കുക. കൂടുതൽ അപേക്ഷകൾ വന്നാൽ ലേലം നടത്തും. പെർമിറ്റ് ഫീസ് 5,940 രൂപയാണ്. പിന്നെയും നിബന്ധനകൾ സ്വകാര്യ ബസ്സുകൾക്ക് പാലിക്കേണ്ടതായുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബസ് ഉടമകൾ, ജീവനക്കാർ എന്നിവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന പോലീസിന്റെ സാക്ഷ്യപത്രമാണ്. മറ്റൊന്ന് പുതിയ ബസ്സുകളായിരിക്കണം. ഇവയ്ക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ. ബസ്സുകളിൽ GPS സംവിധാനം ഉണ്ടായിരിക്കണം. മുന്നിലും പിന്നിലും അകത്തും നിരീക്ഷണ ക്യാമറകളൊക്കെ ഉണ്ടായിരിക്കണം. ബസ് റൂട്ടുകൾ വ്യക്തമാക്കുന്ന ഡിജിറ്റൽ റൂട്ട് ബോർഡുകൾ, ഡിജിറ്റൽ ടിക്കറ്റ് മെഷീൻ ഇവയൊക്കെ ഉപയോഗിക്കണം. മത്സരയോട്ടം തടയുന്ന ഡിജിറ്റൽ ഫെൻസിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം. യാത്രക്കാർക്കായുള്ള കുടിവെള്ള സംവിധാനവും ഒക്കെ ഉണ്ടാകണം. ഇങ്ങനെ നിരവധി നിബന്ധനകളാണ് പുതിയ ബസ്സുകൾക്ക് പാലിക്കേണ്ടി വരുന്നത്. നേരത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓരോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ജനകീയ സമിതികൾ വിളിച്ചു ചേർത്തിരുന്നു. ഇവിടെയെല്ലാം യാത്രാക്ലേശം പരിഹരിക്കാൻ KSRTC സർവീസുകൾക്ക് പകരം സ്വകാര്യ പെർമിറ്റുകൾ നൽകുവാൻ തീരുമാനിച്ചിരുന്നു. അത്തരത്തിൽ 1000-ഓളം റൂട്ടുകളാണ് സ്വകാര്യ മേഖലയ്ക്ക് നൽകുവാൻ നിശ്ചയിച്ചത്. ഈ തീരുമാനമാണ് കനത്ത എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ച് 503 റൂട്ടുകളിലെ വിജ്ഞാപനമായി ചുരുക്കിയത്. കിലോമീറ്ററിന് 35 രൂപ വരുമാനം കിട്ടാത്ത സർവീസുകൾ നിർത്തലാക്കുവാൻ ഡിപ്പോകൾക്കെല്ലാം KSRTCയുടെ കർശന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. അതോടെയാണ് നിരവധി ഗ്രാമീണ റൂട്ടുകളിലടക്കം സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ നടത്തിയിരുന്ന സർവീസുകളൊക്കെ നിലച്ചത്. ഇതോടെ യാത്രാക്ലേശവും രൂക്ഷമായി. നാഷണൽ ഹൈവേ, MC റോഡ് അടക്കമുള്ള KSRTCക്ക് മാത്രം സർവീസിന് അധികാരമുള്ള റൂട്ടുകളിൽ 5 കിലോമീറ്റർ മാത്രമാണ് സ്വകാര്യ ബസ്സുകൾക്ക് ഓടുവാൻ അനുവാദമുണ്ടായിരുന്നത്. ഇവിടെയാണ് 17 കിലോമീറ്റർ കൂടുതൽ അനുവാദവും നൽകിയത്. കേരളത്തിൽ ആദ്യമായാണ് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് റൂട്ടുകൾ നിശ്ചയിക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കിയത്. സ്വകാര്യ ബസ്സുകൾക്ക് 1000 റൂട്ടുകൾ അനുവദിക്കുവാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും അത് KSRTCക്ക് പ്രതികൂലമാകാനിടയുള്ള നിർദ്ദേശങ്ങൾ അന്തിമഘട്ടത്തിൽ ഒഴിവാക്കുകയായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാകും എന്നതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് വാർത്ത. സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയതും തുടർന്ന് അവർ നടത്തിയ സർവീസുകളെ തടഞ്ഞതുമെല്ലാം നേരത്തെ വലിയ വിവാദങ്ങളായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും യാത്രാക്ലേശം പരിഹരിക്കുന്നതിലും ബസ്സുകളുടെയും ബസ് സ്റ്റാൻഡുകളുടെയും ശോചനീയാവസ്ഥ മാറ്റുന്നതിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.